ഒരു പാട്ട് അവരെ കൊണ്ട് ഞാൻ പാടിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അവരെ മനസ്സിലാവും. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, ആശിയെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാത്തെന്തിനാണ്. ആശ എനിക്ക് നാണക്കാരനാണോ? നാണക്കാരനല്ല, ഒരു നാണമല്ലാത്ത 3 വർഷത്തോളം ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടാണ് ഇഷ്ടമാണെന്ന് ജാസ്തി ആദ്യമായിട്ട് തുറന്ന് പറയുന്നത്. ഫോണിലൂടെ പറഞ്ഞത്. അപ്പൊ ഓനോ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്. ആ ഒരു ആദ്യ സമയങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ടാവില്ലല്ലോ ഈ വ്യക്തി തന്നെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും. നന്നായിട്ട് കെയറും ചെയ്യായിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. നമ്മളെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ച് നമുക്ക് ഇഷ്ടം കൂടുതലോ. അപ്പൊ അങ്ങനെയാണ് പിന്നെ എനിക്ക് വിടാൻ തോന്നിയില്ല. ഒരേ വൈബുള്ള ആൾക്കാരെ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോണതിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം എന്താ? ഒരേ മൈൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെയാ. നമ്മൾ ഒരേ മൈൻഡ് അല്ലേ? നമ്മളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിച്ചൂടെ? അങ്ങനെ ജസ്റ്റ് ഒരു കസ്റ്റമർ ഉണ്ട്, ഈവനിങ് വിളിക്കാം. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം തന്നെ കല്യാണത്തിനെ കുറിച്ചായിരിക്കുമല്ലോ. ആഡംബരമായിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഇല്ല. കല്യാണം കഴിക്കോ? പോസസീവ് ആണോ ജാസി? ഓവറാണോ? ഈ പറയുന്ന ആളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ജാസി ഏതൊക്കെ കാര്യത്തിലാ പോസസീവ്നെസ് കാണിക്കുന്നത്? ഏതൊക്കെ വേറൊരാള് നോക്കിയാല്, വേറെ ലേഡിനെ നോക്കിയാൽ അങ്ങനെ. ആശ തിരിച്ച് ഏത് കാര്യത്തിലാ പോസസീവ് ആവുന്നത്? സെയിം ഡ്രസ്സിങ്ങിലൊക്കെ ഭയങ്കര ഇത് വേണം. അങ്ങനെ ഓവർ ടൈറ്റുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ഡ്രസ്സ് അതൊന്നും ഇഷ്ടമല്ല. വീഡിയോസ് സാരി കൊടുത്ത് ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ മുന്നോട്ട് പറയും വയറ് കാണിക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറെ പ്രശ്നമൊക്കെ ഉണ്ടാകും. പിന്നെ എനിക്ക് ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇന്റർവ്യൂ കാണുന്ന ലവേഴ്സിനോട് പറയാനുള്ള ഒരു ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, നമ്മൾ ബെഡ്റൂമിൽ ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. രണ്ടുപേർക്കും കോഴി മെസ്സേജസും പ്രപ്പോസലൊക്കെ ഇപ്പോഴും വരുന്നുണ്ടാവും. ഇവനിക്ക് മെസ്സേജ് ഇവന്റെ ഏതൊരു ഫ്രണ്ടിന്റെ ഫ്രണ്ടിന് ഇവനെ കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ ഫ്രണ്ടിന് എനിക്കധികം അങ്ങനെ വലിയ മെസ്സേജ് ഒന്നും വരില്ല. പക്ഷെ ആഷിക്കാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരാറ്. ഓ ഇഷ്ടം പോലെ ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തത്, ഇതാണ് എന്റെ ഫോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ജാസിനെ ഒഴിവാക്കിക്കൂടെ, എന്നിട്ട് ഞാനൊരു ജീവിതം തരാം. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു പാട്ട് അവരെ കൊണ്ട് ഞാൻ പാടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവരെ മനസ്സിലാവും. ഓക്കെ? പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. ഈ സോങ് ഇപ്പൊ ഇത് ട്രെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേ ഒരു റീസൺ ജാസിയാണ്. സത്യം ഇത് ഇത്രത്തോളം അങ്ങ് ട്രെൻഡ് ആവുന്ന ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അത് ചുമ്മാ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേട്ടപ്പോ അങ്ങ് തുടങ്ങിയതാണ്. പിന്നെ അതങ്ങ് ഞാൻ ചുമ്മാ ഒരു ഡയലോഗ് ഇട്ട് അങ്ങ് പറഞ്ഞതാ. എനിക്ക് എന്തോ എനിക്ക് ഓണത്തിന്റെ എന്തൊക്കെയായിരുന്നല്ലേ, ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, എനിക്കങ്ങ് മരിച്ചു പോയാൽ മതി എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ അങ്ങനെ പൊന്നസാക്കി പാടിയതാണ്. ഇതിനു മുമ്പ് എന്തിട്ട് ഇതിനു മുമ്പ് വേറൊരു വ്യക്തി അത് ചെയ്തിട്ടുണ്ട്, ഒരു എന്തൊരു തതിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റേതാണ് കുറച്ചുകൂടി വൈറലായി അങ്ങ് ഇതായത്. പിന്നെ കോളേജ് സ്റ്റുഡൻസ്, കുഞ്ഞു കുഞ്ഞു കുട്ടികള്, ഫാമിലികള് ടൂർ പോകുമ്പോഴൊക്കെ അവരൊക്കെ ചെയ്യുന്നത്, കുറെ ബോയ്സ് ട്രിപ്പ് പോകുന്നൊക്കെ അവർ ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷം. ഓക്കെ, ഞങ്ങൾ ടൂർ പോയ സമയത്തും ഇതേപോലെ ഒരുപാട് പേര് പിന്നാലെ വന്ന് പൊന്നുസാക്കി വന്ന് നമ്മോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുകയും, പിന്നെ അതേപോലെ അവര് നമ്മളെ കൂടെ ഒരു വീഡിയോ ചെയ്യോ, പൊന്നുസാക്കി പാടുവോ, അവർ പാട്ട് പാടിയിട്ട് നമ്മുടെ അടുത്തേക്ക് ഓൾറെഡി വരുന്നതൊക്കെ ഇങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കുറച്ചും കൂടെ വൈറലായിട്ട് ഇപ്പൊ നാട്ടിൽ നന്നായിട്ട് പോകുന്നുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കുമ്പോ ഇപ്പം ദുബായിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ വൈറലാവുന്ന ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടോ? ഉണ്ട്. ദുബായിലും ഇങ്ങനെ ഓൾറെഡി ഒരുപാട് പേര് വന്ന് ചോദിക്കും പൊന്നുസഖി ജാസി എവിടെയാ എന്നൊക്കെ, ഷോപ്പിലൊക്കെ വരുമ്പോഴൊക്കെ ചോദിക്കും, ഇന്ന് വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും എന്നോട്. പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വന്നിട്ട് പറയും പൊന്നുസഖിയുടെ ഫാനാണ്, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിന്റെ ഈ ഇപ്പൊ ഇത്രയും വൈറലാക്കിയത് ഇപ്പൊ ജാസി ആണല്ലോ, അപ്പൊ ഇതിന്റെ റിയൽ പാട്ടിന്റെ ആൾക്കാരെ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവർ കമന്റ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ ഇപ്പൊ രണ്ടാമത് ആ സോങ് റീമേക്ക് ഇറങ്ങിയല്ലോ, അപ്പൊ അവരൊക്കെ കമന്റ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിലവിൽ വെക്കേഷൻ ഇവിടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ജാസിന് ഇതിന് മുന്നേ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ശ്രുതിയുടെ കൂടെ. അപ്പൊ ആദ്യമായിട്ടാണ് ഇവരുടെ ഒരു കപ്പിൾ ഇന്റർവ്യൂ ആയിട്ട് നമ്മുടെ മുന്നിൽ കിട്ടുന്നത്. അപ്പം ആശി വന്നിരുന്നപ്പോഴേ പറഞ്ഞു എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് ആശി വിശേഷം?
വിശേഷങ്ങൾ പറയൂ. സുഖാണ്. പൊതുവെ ഇങ്ങനെ ആശി ഭയങ്കര ഇൻട്രോവേർട്ടാ, മിണ്ടില്ല? അല്ല, പൊതുവെ ആശി എന്നെക്കാട്ടി നന്നായി സംസാരിക്കും. ഫ്രണ്ട്സുകളൊക്കെ കൂടെ, ഞങ്ങളുടെ ഫ്രണ്ട്സുകളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ആ ഒരു ഏരിയ ഫുള്ള് ചില്ലാക്കുന്നതും ആശി തന്നെയാണ്. അല്ലാണ്ട് നോർമലി ഭയങ്കര ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആണല്ലേ? ഇപ്പം എന്തായിരുന്നു ഇന്റർവ്യൂവിന് വരാൻ കുറെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല. നോർമലി ഇങ്ങനെ ഞങ്ങൾ കപ്പിൾസ് ഇന്റർവ്യൂ ദുബായിൽ ഞങ്ങൾ 2-3 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഓൺലൈൻ മനോരമ അങ്ങനെ ഓൺലൈൻ ത്രൂ ആണ് വനിത. അല്ലാണ്ട് ദുബായിൽ 2-3 ഇതില് വീഡിയോ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെയാണ് ഫസ്റ്റ് ടൈം. ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര നാളത്തെ റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ? ഞങ്ങളിപ്പോ ടോട്ടലി 7 മന്ത്. ഇപ്പോഴും ആ ഒരു ഇത് 7 years ആയി. അത്രേ ഉള്ളൂ. 7 years ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു റിലേഷൻ. എന്താ അതിന്റെ ഒരു സീക്രട്ട്? എന്താ കാരണം 1-2 വർഷം ഞാൻ ബ്രേക്കപ്പ് ആവുന്നതാണ് പല ആൾക്കാരും. ഇപ്പൊ 7 വർഷം എന്ന് പറയുന്നത് ഒരു തല്ല് പിടിക്കും. തല്ലാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ എക്സ്ട്രീം ആവും. പക്ഷെ ഓക്കെ ആവും. പിന്നെ ഒരു ദിവസമൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ മാറി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഓൾറെഡി ആശി വന്ന് ഇങ്ങോട്ട് മിണ്ടും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഓക്കെ ആവും. ഏറ്റവും കൂടുതൽ ആരാ വഴക്കുണ്ടായാല് ഇത് വരുന്നത്, സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്നത്? അത് ആശി തന്നെ ആയിരിക്കും. ഞാൻ പിന്നെ അല്ലെങ്കിൽ പിടിച്ച് തൂങ്ങി നിൽക്കും. ആശി ഒന്ന് സോൾവ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഇടപെടും. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് 7 വർഷം തള്ളിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ പൊന്നുസഖിയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ പൊന്നുസഖി പാടിക്കൊണ്ട് വെച്ചിട്ട്? പിന്നെന്താ, എന്ത് പറഞ്ഞാലും റെഡിയാണ്. അതാണ് ജാസിയുടെ ഒരു ഇത്. ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വെറൈറ്റി മീഡിയയുടെ ഷൂട്ടിലാണ് കേട്ടോ. ഇന്റർവ്യൂവിന് വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ആഷിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്തെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. പക്ഷെ എനിക്ക് ആ പേടിയില്ല മക്കളെ. പൊന്നുസഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, ആഷിയെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാത്തെന്തിനാണ്. അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇപ്പം നിങ്ങളതില് ഇങ്ങനെ കളിയാക്കി ഇത് പറയാറുണ്ടോ പൊന്നുസഖി എപ്പോഴെങ്കിലും ഒക്കെ? മിണ്ടോ, ഇതെന്തോന്നും മിണ്ടാ. ഓക്കെ, ഈ എന്താ പറയാ, എന്താ ഈ ക്വാളിറ്റി എന്താ ജാസിയില് ഈ 7 വർഷം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനുള്ള ക്വാളിറ്റി എന്താ? ഒരു 5 ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റൂല. 5ഒന്നും ഇല്ല. അതൊക്കെയാ അങ്ങനെ ക്വാളിറ്റി ഒന്നുമില്ല. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പഠിച്ചതിന്റെ ഒരു ഇതുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഒരു ക്വാളിറ്റി ഇല്ലാന്ന്. ഫുഡ് എല്ലാരും പറയും, ഫുഡെല്ലാം സത്യം പറഞ്ഞാൽ അങ്ങനെ ഡെയിലി ഫുഡ് ഒന്നുമില്ല. ഫുഡ് എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഫുഡെല്ലാം ഉണ്ടാക്കും, പക്ഷെ ഡെയിലി അങ്ങനെ 2 മണിക്കൊക്കെ ഫുഡ് ഉണ്ടാക്കും. എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ജാസി ആശി നിൽക്കുന്നത് ജാസിയുടെ ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ടാവുന്നതാണോ? ഒരിക്കലും അല്ല. ഫുഡ് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ഫുഡിന്റെ ഒരു ഇതുകൊണ്ടല്ല. ഇഷ്ടം വേണ്ട അങ്ങനെ ഇഷ്ടം കൊണ്ടാന്ന് ആശയം വേണ്ടിക്കുന്നത് നല്ലതായി പാടുപെടും മസ്താനി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? ഇവിടെ ഓക്കെയാണ്. അല്ലാണ്ട് ഫസ്റ്റ് ഒരു ഇതാവുമ്പോ ഇതുള്ള. എന്നാലും പറ, ജാസിന് ഇഷ്ടപ്പെടാൻ ഒരു ക്വാളിറ്റി പറ. ഒരു ക്വാളിറ്റി സ്വഭാവം തന്നെ, നല്ല സ്വഭാവം. എന്റെ മൊത്തം നോക്കി പറയുന്നത് നല്ല സ്വഭാവം. ഇപ്പം ജാസി നമ്മളിപ്പോ ഒരു കോണ്ടന്റ് ചെയ്യുമോന്ന് ചോദിച്ചപ്പോ തന്നെ റെഡിയാണ്. അതായത് എന്ത് ചെയ്യാനും റെഡി ആയിട്ട് ഇങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സ് പറയും ജാസി ഉണ്ടായാൽ ആ ഏരിയ ഫുള്ളായിട്ട് വൈബാക്കും. ഞാൻ ഭയങ്കരമായിട്ട് കോമഡി ഒക്കെ പറഞ്ഞ് ഇപ്പൊ ടെസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ ചില്ലാക്കി കോമഡി പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു വൈബാവുന്ന ഇഷ്ടം. പൊതുവെ ഒരു സദസ്സിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫുൾ കളിയും ചിരിയും പാട്ടുപാടലും ഡാൻസുകളും കഴിഞ്ഞ് ഞാൻ ഭയങ്കര വൈബായി നടക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടം. ആശി അതിനായി അത്രയല്ല, ബോയ്സിന്റെ ഒക്കെ ഭയങ്കര ചില്ലാണ്. ഓക്കെ, ഇപ്പൊ സദസ്സിൽ പാട്ട് പാടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു പഴയൊരു സദസ്സിൽ പാട്ട് പാടുന്ന വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അതെനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഇവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. ഇത് ഞാനല്ല, അതൊക്കെ ഞാനില്ല, ഞാനിങ്ങനെയല്ല.
എത്ര വയസ്സിലായിരുന്നു ഈ എനിക്ക് തോന്നുന്നു എനിക്കിത് ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് തോന്നുന്നത് ഇത് ഏതോ ഒരു കല്യാണത്തിനാണോ ഇനി കോളേജ് ഡേക്കാണോ എനിക്ക് ഓർമ്മയില്ല ബാക്കിലെ ഫ്ലെക്സ് കണ്ടിട്ട് ഏതൊരു കല്യാണത്തിനാണെന്നാ തോന്നുന്നത് അന്നൊക്കെ ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല അന്നൊക്കെ അന്നൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോയാലും ആൾക്കാർ പാട്ട് പാടാൻ പറയും കാരണം അന്ന് നബിദിനൊക്കെ നന്നായി പാട്ട് പാടും മദ്രസയിലും സ്കൂളിലൊക്കെ അപ്പോൾ എവിടെ പോലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജാസ്തിൽ പാട്ട് പാടി വേണ്ടി സ്റ്റേജിൽ കയറ്റും അപ്പൊ അങ്ങനെ ഇങ്ങനെ പാടിയതാ പക്ഷെ എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഏതൊരു ക്യാമറയിൽ എടുത്തോണ്ടാണ് ഇത്രക്ക് കളർ ശരിക്കും ഞാൻ നല്ല വെളുത്തിട്ടോ അതൊക്കെ ഓക്കെ പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട് പാട്ട് പാടി തരാറുണ്ടോ എപ്പോഴും പണ്ട് ഞാൻ പാട്ട് പാടി സഖാവിന്റെ സഖിയാകണം അല്ല സഖാവിന്റെ ഒരു പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് പാടോ ഈ അനുരാഗ് ആഷിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ആഷി നോക്കി പാടാവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പതിവായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം കളിയും ചിരിയും നിറയും കനവിൽ ഇളനീരൊഴുകി കുളിരിൽ മഴയും വെയിലും തളിരും സിരയിൽ മിഴികൾ പാടുന്നു കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്നു വെറുതെ പടവിൽ കാത്തിരിപ്പൂവിന്നല്ലേ കാലമിന്നോ മൗനമല്ലേ മൗനം തേരില്ലേ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം എന്ത് രസമായിട്ടാ പാടണേ അവിടെ ദുബായിലൊക്കെ ഇങ്ങനെ ദുബായിലൊക്കെ ഷോയിലൊക്കെ പാടാറുണ്ട് അത് അവിടെ എഴുതിക്കും ഞാൻ പാടുന്ന പാട്ട് ഏതാ ഒട്ടകങ്ങൾ വരെ അത് ഭയങ്കര ഇഷ്ടം അത് അധികം അവിടെ സ്റ്റേജിലൊക്കെ അധികം പാടാറ് ഓക്കെ നമ്മളിപ്പം വെറൈറ്റി മീഡിയ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഗസ് ഉണ്ടോ എന്താണ് കല്യാണം അല്ല നിങ്ങളുടെ ലവ് സ്റ്റോറി എവിടെ വെച്ച് കണ്ടു എപ്പോ കണ്ടു എങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിലായി ഞാൻ നോർമലി അത് ഓൾറെഡി ഞങ്ങൾ ഒരു മനോരമയുടെ അല്ല അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ഫുട്ബോൾ കളിക്കാനൊക്കെ വന്നിട്ട് നാട്ടിലുള്ള സമയത്ത് അന്ന് കണ്ണൂർ പരിചയമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫസ്റ്റ് ഇവനാ ദുബായിലേക്ക് വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത് അബുദാബിയിലായിരുന്നു അന്ന് ഞാൻ ദുബായിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അബുദാബിന്ന് ഇവന് പിന്നെ ദുബായിലേക്ക് മാറി ഞങ്ങൾ പിന്നെ ഒരുമിച്ചായി അങ്ങനെ അതായിരുന്നു ഒരു ലവ് സ്റ്റോറി അന്ന് കാണും അന്ന് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ കുറെ കാലം ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കുറെ കാലം ഫ്രണ്ട്സ് ആയി പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇവനും ഇഷ്ടമുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു അങ്ങനെ ആദ്യം രണ്ടാൾക്കും ഇഷ്ടം തന്നെയായിരുന്നു ഒന്നുകൂടെ ഫസ്റ്റ് പറഞ്ഞത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവന് ഇഷ്ടായിരുന്നു പറഞ്ഞു ഇവന് ഇഷ്ടാന്ന് പറഞ്ഞു പിന്നെ കുറെ നേരം ഇങ്ങനെ കുറെ കാലം നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായി റിലേഷൻ ആവാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആദ്യം കാണുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു രണ്ടുപേർക്കും ആദ്യം കാണുമ്പോ ആഷി അന്ന് എനിക്ക് തോന്നുന്നു 23 or something അല്ലേ കാരണം ആ സമയത്ത് ഈ ചെക്കന്മാരെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നടക്കുന്ന ടീമല്ലേ ആഷി ഇതിലൊക്കെ സൈൻ ചെയ്ത വ്യക്തിയാണ് ഒക്കെ സൈൻ ചെയ്ത വ്യക്തിയാണ് അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് കാണുന്നത് ഞങ്ങളെ നാട്ടിലേക്ക് മലപ്പുറത്തേക്ക് വരും മലപ്പുറം പറഞ്ഞ ഫുട്ബോളിന്റെ ഏരിയ ആണല്ലോ അപ്പൊ അവിടെ നിന്നൊക്കെ ആൺകുട്ടികളെ ഇങ്ങനെ അന്നൊക്കെ ഇങ്ങനെ പേയ്മെന്റ് കൊടുത്തിട്ട് എടുക്കും അങ്ങനെ പറ്റും വന്നിട്ട് അങ്ങനെ കണ്ടതാ അപ്പൊ അന്ന് ഞങ്ങളെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ആ സമയത്ത് കണ്ടിട്ടുള്ള പരിചയമാണ് അതായത് അന്നും ഭക്ഷണം കൊടുത്ത് തന്നെ സെറ്റ് ചെയ്തു അന്ന് ഫുഡിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണോ അന്ന് ഈ പൊറാട്ട ഒക്കെ കഴിക്കുക അല്ലെ എനിക്ക് അങ്ങനെ പൊറാട്ട കഴിച്ചിട്ട് പണി കിട്ടിയതാണ് അങ്ങനെ അതാണ് പിന്നെ ഫുട്ബോൾ അതിന് പിന്നെ പോവാഞ്ഞത് ഓക്കെ അപ്പൊ എത്ര നാള് ഫ്രണ്ട്സ്
ആയിട്ട് ഇരുന്നിട്ട് റിലേഷൻ ആയി ഞങ്ങൾ ഒരു 3 or 4 years ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയായിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് ഇവൻ വേറൊരു കുട്ടീനായിട്ട് പ്രണയത്തിലായിരുന്നു. ആണോ? അത് എന്നോട് പറയാറുണ്ട് എന്നോട്. പിന്നെ ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി. എനിക്ക് തോന്നുന്നു ഇവൻ അങ്ങോട്ട് തേച്ചാണെന്ന് തോന്നുന്നു. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി. ഇവൻ നേരെ ദുബായിലേക്ക് വന്നു. വന്നു. ആ തേപ്പിനൊക്കെ രക്ഷപ്പെടുത്തിയത് ജാസിയാണ്. തേപ്പിന്റെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ വലിയ ഡിപ്രഷൻ ഒന്നും ഇവനക്ക് ഉണ്ടായിട്ടുണ്ട്. സന്തോഷം ഒഴിഞ്ഞു പോയതൊക്കെ അല്ല, അത് ഓൾറെഡി നടക്കാത്തൊരു ബന്ധമാണെന്ന്, മീൻസ് ഫാമിലി എന്തോ പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ. ഓക്കെ. അപ്പം 3 വർഷത്തോളം ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടാണ് ഇഷ്ടമാണെന്ന് ജാസ്തി ആദ്യമായിട്ട് തുറന്നു പറയുന്നത്. അപ്പൊ ആഷിയുടെ ആ ഒരു റിയാക്ഷൻ ഒന്ന് ഓർമ്മ ഉണ്ടോ? ഫോണിലൂടെ പറഞ്ഞത്. അപ്പൊ ഓനോ ഇഷ്ടമാണ് തന്നെ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടുതൽ കുറെ സംസാരിക്കാറും പിന്നെ ഒന്നുകൂടി ഡീപ്പ് ആവാൻ തുടങ്ങി. പിന്നെ ആദ്യം നാട്ടിൽ വന്നു, ഞാനും ആ സമയത്ത് നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ജസ്റ്റ് ബുള്ളറ്റിൽ കയറിയിട്ട് ഭയങ്കര ഇഷ്ടം ബുള്ളറ്റിൽ കയറി പോകുന്നൊക്കെ. ബുള്ളറ്റിൽ കയറി ഞങ്ങൾ കുറെ കറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായിൽ കുറച്ചും കൂടെ ലോങ് ആണ് ഇവൻ. അപ്പോൾ പിന്നെ ജോലി ഉണ്ടായിരുന്നത് റാസൽ ഖൈമയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ ലോങ് ആണ്. ഞാൻ ദുബായ് റാസൽ ഖൈമ, ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകും, ഇടയ്ക്ക് അവൻ ഇങ്ങോട്ട് വരും. പിന്നെ കുറച്ചുകൂടെ എടുത്ത് വന്ന് ജോലി നോക്കാന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ദുബായിലേക്ക് ഇവനെ കൊണ്ടുവരുന്നത് അങ്ങനെ. ഇപ്പം നമ്മളിപ്പോ ഒരു പ്രണയം, ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ആദ്യ സമയങ്ങളിൽ നമുക്ക് ഉറപ്പുണ്ടാവില്ലല്ലോ ഈ വ്യക്തി തന്നെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും. നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ നീയാണ് ഇനി എൻ്റെ ലോകം എന്നൊന്നും. നമ്മളിങ്ങനെ ഇടപഴകി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓക്കെ ഇതാണ് നമ്മുടെ ആളെന്നുള്ളൊരു തോട്ട് വരുന്നത്. അത് ഏത് മൊമെന്റിലാണ് തോന്നിയത്? നന്നായിട്ട് കെയറും ചെയ്യായിരുന്നു. അന്ന് നല്ല കെയറിങ് ആയിരുന്നു. എല്ലാ കാര്യത്തിനും ഭയങ്കര കെയറിങ്ങും സപ്പോർട്ടും ഒക്കെ ആയിരുന്നു. ഭയങ്കര ലവബിൾ ആയിട്ടുള്ള വ്യക്തി. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നാ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ ഇഷ്ടം. നമ്മളെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ച് നമുക്ക് ഇഷ്ടം കൂടുതലല്ലോ. അപ്പൊ അങ്ങനെയാണ് പിന്നെ എനിക്ക് വിടാൻ തോന്നിയില്ല. പിന്നെ ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അവനും അങ്ങനെ തന്നെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു റിലേഷനും അങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ മരണം വരെ ഉണ്ടാവും എന്നുള്ളത് അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഏത് റിലേഷൻ ആണെങ്കിലും ഇപ്പൊ ഒരുപാട് നന്നായിട്ട് ജീവിച്ച ആൾക്കാരൊക്കെ പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് പോകാറില്ല, ബ്രേക്കപ്പ് ആയിട്ട് പോകാറില്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മനസ്സ് പൊരുത്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെ അതാകുമ്പോ കുറെ കുറച്ചുകൂടെ പോകും. ആഷിക്ക് എപ്പോഴാ തോന്നിയത്? ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ആഷിയുടെ? അല്ല, ഇവൻ പറഞ്ഞ ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പിന്നെ അങ്ങനെ രണ്ടുള്ള ഓക്കെ. പിന്നെ നമ്മൾ രണ്ടുള്ള ഒരേ മൈൻഡാ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ ഭയങ്കര ചില്ലിങ് മൈൻഡാ ഞങ്ങള്. പിന്നെ ഇവന് ഭയങ്കര അടിച്ചു പൊളിച്ച് നല്ല കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നല്ല വെൽ ഡ്രസ് ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടമാണ്. ഞാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് സെയിം ഏകദേശം ഞങ്ങൾ രണ്ടുപേരെയും വൈബ് ഏകദേശം ഒപ്പാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ത്രൂ ഔട്ട് അങ്ങ് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങ് സെറ്റ് ആയതല്ലേ? ഓക്കെ. ഇപ്പൊ മൊബൈലാണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്, ഐ മീൻ ഇഷ്ടം തുറന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് ഇവരുടെ ഒരു പ്രൈവറ്റ് സംഭവമായിരുന്നു. നമുക്കതിപ്പോ ഒന്ന് ലൈവായിട്ട് കേൾക്കാം. ഹലോ ഹലോ ആഷി, എവിടെയാ? എന്താ ഷോപ്പിലുണ്ട്. ഞാന് ഫുഡ് കഴിച്ചോ? ഇല്ലല്ലോ, ഫുഡ് കഴിക്കണം. നീ കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല, കഴിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഒരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. അത് എങ്ങനെ പറയാ, പെട്ടെന്ന് പറയാം, കസ്റ്റമർ ഉണ്ട്. ആണോ? ഒരു മിനിറ്റ്, ഒന്ന് മൈൻഡ് ഓക്കെ ആക്കട്ടെ. അതെ, ഒരേ വൈബുള്ള ആൾക്കാരെ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോണതിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം എന്താ? മനസ്സിലായില്ല. ഇപ്പോൾ ഒരേ സ്വഭാവമുള്ള ആൾക്കാർ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കണോണ്ടുള്ള അഭിപ്രായം എന്താ? അഭിപ്രായം നല്ലതാ. ഒരേ മൈൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെയാ. നമ്മൾ ഒരേ മൈൻഡ് അല്ലേ? നമ്മളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിച്ചൂടെ? അങ്ങനെ ജസ്റ്റ് ഒരു കസ്റ്റമർ ഉണ്ട്, ഈവനിങ് വിളിക്കാം. ഞാൻ വിളിക്കാട്ടോ കട്ട് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധായില്ല. പിന്നെ വിളിച്ചിരിക്കും. പിന്നെ എനിക്ക് ടെസ്റ്റ് മെസ്സേജ് അയച്ചത് നാണക്കാരനല്ല, ഒരു നാണമില്ലാത്ത അങ്ങനെയൊന്നുമല്ല. ആള് ഭയങ്കര ഇപ്പൊ ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന്
ഒരു ആറ്റിറ്റ്യൂഡ് നിൽക്കുള്ളൂ. ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കില്ല, ഞാൻ അങ്ങനെയാണ്. കുറച്ച് ടൈം എനിക്കറിയാം ഒരു ബാഡ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയാം. എന്നാലും പെട്ടെന്ന് അങ്ങ് മിങ്കിളാവാൻ ഭയങ്കര പാടാണ്. പക്ഷെ മിങ്കിളായി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും. ഓക്കെ. ഇപ്പം 7 വർഷത്തോളം ഇപ്പം ഫ്രണ്ട്സ് ആയിരുന്നു, റിലേഷൻഷിപ്പ് ആയിട്ട് ഇങ്ങനെ ഒരുമിച്ചുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം തന്നെ കല്യാണത്തിനെ കുറിച്ചായിരിക്കുമല്ലോ. പ്ലാൻ ഉണ്ടോ കല്യാണം, മാരേജ് അങ്ങനെ, അല്ലെങ്കിൽ അതിൽ വിശ്വാസം ഉണ്ടോ, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല വേണ്ട അങ്ങനെയാണ്? ഓൾറെഡി നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് അത് ഒരു വലിയ ആഡംബരമായിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് സർപ്രൈസ് സർപ്രൈസ്. അത് വലിയ ആഡംബരമായിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും ഇപ്പൊ ഇല്ല കേട്ടോ. ഇല്ല. കല്യാണം കഴിക്കോ? കാരണം ഇന്നെന്ന് വെച്ചാൽ ഇപ്പൊ മാരേജ് അങ്ങനെ വലിയ നിർബന്ധം ആയിട്ട് ആൾക്കാർ എടുക്കാറില്ല. താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ലിവിങ് റിലേഷനിൽ പോവാം. അങ്ങനെ ഒരു ലിവിങ് റിലേഷനെക്കാട്ടി കൂടുതൽ കല്യാണം കഴിച്ചിട്ടൊക്കെ അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് നമ്മുടെ ജോബും പിന്നെ നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ. അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അതൊന്ന് ഓക്കെ ആക്കി വളർത്തി എടുക്കണമെന്നാണ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് നോക്കും. നമ്മള് അങ്ങനെ ആലോചിക്കുന്നു ഒന്ന് നന്നായി സെറ്റിൽ ആയിട്ട് ഉണ്ടാവും. കല്യാണം ഉണ്ടാവും നോർമലി. അപ്പം അങ്ങനത്തെ ഒരു ലിവിങ് റിലേഷൻ അല്ല. ജാസി നമുക്ക് ഒരു മണവാട്ടിയിട്ട് കാണാൻ നോക്കി. കാരണം കുറെ ഫോട്ടോഷൂട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർ ഇറക്കുന്നത് നമ്മള് കല്യാണം കഴിഞ്ഞ് ഓൾറെഡി അങ്ങനെ ഫോട്ടോ എല്ലാം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇപ്പം കുറെ ഗോസിപ്പുകൾ കാണാറുണ്ട്. ഒരു സമയത്ത് ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊരു മാഗസിന് വേണ്ടി ചെയ്ത ഷൂട്ടില് കല്യാണം കഴിഞ്ഞു പിന്നെ മനസ്സിലായത് ഫോട്ടോഷൂട്ടാണ്. ഇപ്പൊ കുറെ ഗോസിപ്പ് വരുമ്പോ നമുക്കത് മനസ്സിലാവും ഓൾറെഡി ചുമ്മാന്ന്. ഇങ്ങനെ ഗോസിപ്പുകളെയൊക്കെ നിങ്ങൾ എങ്ങനെയാ നോക്കി കാണുന്നത്? ആദ്യം ഞാൻ ഭയങ്കര ടെൻഷനായി. കാരണം ഈ കമന്റ്സ് വരുമ്പോഴും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അല്ലേ വരുന്നത്. അതും ഇങ്ങനെ കുറെ വീഡിയോസ് ഞങ്ങൾ അഗൈൻസ്റ്റ് കുറെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമം വരാറുണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ എനിക്ക് അവർ ചെയ്യുമ്പോൾ നമ്മളൊന്നുകൂടി ഫെയിം ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഇതൊന്നും തോന്നാറില്ല. ഇല്ല. ഞാനിപ്പം കണ്ടിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിൽ ഭയങ്കര ധൈര്യസമേതം ഈ നെഗറ്റീവ് കമന്റ്സ് ആണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നേരിടുന്നതിൽ ഒരാളാണ് ജാസി. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ എടുത്ത് പല ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോഴൊക്കെ അതൊന്നും ഒരു നെവർ മൈൻഡ് അല്ലേ? നെഗറ്റീവ് കമന്റ്സ് അതൊന്നും മൈൻഡ് ചെയ്യാറ്. പണ്ടൊക്കെ എനിക്ക് ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഭയങ്കര വിഷമം വന്ന് ഞാൻ സ്റ്റോപ്പ് ആക്കുമായിരുന്നു വീഡിയോസ് ഒക്കെ. പക്ഷെ എനിക്ക് തോന്നി എന്റെ ഹാപ്പിനെസ് ഞാൻ നിർത്തുന്നത് അവർ പറഞ്ഞത് കേട്ടിട്ട്. പിന്നെ ഞാൻ ഇപ്പൊ എന്റെ ഇഷ്ടങ്ങളാണ്. ഞാൻ എന്റെ കമന്റ് ബോക്സ് ഓഫ് ആക്കാറില്ല. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് വിളിച്ച് പറയും, ജാസ്മിന്റെ കമന്റ് ബോക്സ് ഒന്ന് അറ്റ്ലീസ്റ്റ് ഓഫ് ആക്കുക, ഫുൾ തെറികളാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പേഴ്സണലി സങ്കടം വരുന്നത്, നീ കമന്റ് ബോക്സ് ഓഫ് ആക്കുന്നു. അപ്പൊ ഞാൻ പറയാം കമന്റ് ബോക്സ് ഞാൻ ഓഫ് ആക്കില്ല. കാരണം നമുക്ക് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും. അപ്പൊ അത് എന്താണെന്ന് അറിയണമെങ്കിൽ എന്റെ കമന്റ് ബോക്സ് വന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കാറേ ഇല്ല. എന്നെ തെറി വിളിച്ചാൽ കമന്റ് അതേപോലെ അതിൽ തന്നെ ഉണ്ടാവും. ഞാൻ എപ്പോ കണ്ടാലും ഇപ്പൊ അന്ന് ജാസി വന്നപ്പോഴാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ വീഡിയോസിലാണെങ്കിലും ഒക്കെ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ആഷിനെ ആണെങ്കിലും ഭയങ്കര ഡ്രസ്സിങ് സ്റ്റൈലൊക്കെയാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങൾ ഈ കോസ്റ്റ്യൂം സ്വയം സെലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ സജഷൻസ് ഒക്കെ തരാറുണ്ടോ? കോസ്റ്റ്യൂം പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും മോഡലല്ല, ഞങ്ങൾ ചേരുന്ന ഡ്രസ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡൽ ഇതല്ലല്ലോ, വിന്റേജ് ലൂസ് പാന്റ്. ഞങ്ങളുടെ ബോഡിക്ക് ചേരുന്ന ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതൽ ഓരോ ആപ്പിൽ നിന്നാണ് ഓൾറെഡി കിട്ടും. പിന്നെ കുറെ ആപ്പിൽ നമ്മൾ ജസ്റ്റ് ഇവൻ മോർണിംഗ് ആയിട്ട് ഇങ്ങനെ കുറെ സെർച്ച് ചെയ്യും. ഇഷ്ടമുള്ളതൊക്കെ നോട്ട് ലൈക്ക് ചെയ്ത് വെക്കും. പിന്നെ അത് പേയ്മെന്റ് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ആർട്ട് ബാഗ് ആക്കും. ഞാനും ഇതേപോലെ പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് ചുമ്മാ പെട്ടെന്ന് എടുക്കും. ഒരു ഷോപ്പിന്റെ ഫ്രണ്ട് കൂടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ ആണെങ്കിൽ അത് വേണം. അല്ലെങ്കിൽ നോർമലി ഇപ്പോ പോയി ബ്രാൻഡ്സ് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട ബ്രാൻഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും ബ്രാൻഡിനെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ യൂസ് ചെയ്യാത്തേ ഉള്ളൂ. ഇവിടെ കോസ്റ്റ്ലി ഡ്രസ് ഒന്നുമല്ല. ഇപ്പൊ ദുബായിലൊക്കെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ വേറെ ഷോപ്പിൽ പോയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഒരു ഡ്രസ്സ് കണ്ടാൽ ഇഷ്ടപ്പെട്ട അതങ്ങ് എടുക്കും. ഓക്കെ. ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം ജാസിയുടെ. ഏകദേശം 2 മില്യണിലധികം വ്യൂസ് പോയ. അപ്പോ എല്ലാരും ഓണം ആഘോഷിച്ചോ? ഇതാണ് എന്റെ ഓണം ഡ്രസ്സ്. ഞാൻ സദ്യ കഴിച്ചു, അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണം ഗംഭീരമായി ആഘോഷിച്ചു. അപ്പോ എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. എല്ലാരും ഫുഡ് കഴിച്ചില്ലേ? വയറ് നിറഞ്ഞില്ലേ? പായസം കുടിച്ചോ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. പൊന്ന് സഖി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ. ഹാപ്പി ഓണം. കൂടുതലും സാരീസ് ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സാരി. ഞാൻ ഭയങ്കര സാരി ഫാനാണ്. സാരി ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് നോർമലി ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്ന സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് സാരികള്, ജ്വല്ലറികള്, പൂവ് വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഈ ഓണത്തിന്റെ ഈ വീഡിയോന്റെ ഒരു പുറകിലൊരു കഥ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ
നമ്മൾ ദേഷ്യം പിടിച്ചിട്ട് എനിക്ക് ആശയം എടുത്തുന്ന ഇത് ആശയം ഇതിന്റെ ഫ്രണ്ട് കരീഷ്മ ഇതിന് മുമ്പുള്ള സ്ലോമിങ് ഇതൊക്കെ എനിക്ക് ആശയം എടുത്തതാണ്. സദ്യ കഴിക്കാൻ വേണ്ടി ഇപ്പൊ ഫസ്റ്റ് സദ്യ കഴിച്ചു. അപ്പൊ അതിന്റെ അടി പിടിച്ചിട്ട് എടുത്ത വീഡിയോ ആണിത്. ആദ്യം സദ്യ കഴിച്ചതിന് അടി ഉണ്ടാക്കിയോ? ഓക്കെ, ഞാൻ കാണാറുണ്ട് ഇപ്പൊ പല വീഡിയോസിലാണെങ്കിലും നല്ല ഭംഗിയിലാ സാരി ഉടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ല രസത്തിന് കൊടുക്കാറുണ്ട്. അത് എങ്ങനെയാ അത് പഠിച്ചതൊക്കെ? ഈ സാരി ഈസി അല്ലല്ലോ. ചെറുപ്പത്തിലെ ഉമ്മ സാരി എടുക്കുമ്പോ ഉമ്മാക്ക് ഞാൻ സാരി എടുത്തു കൊടുക്കും, നെറി പിടിച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് സാരി ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഓൾറെഡി നാട്ടിലുള്ള സമയത്ത് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മണവാട്ടിയുടെ ഒരുക്കാനും സാരി ഉടുപ്പിച്ചു കൊടുക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കുന്നത്. നല്ല ബ്രൊക്കേറ്റ് ടൈപ്പ് ഓഫ് സാരികൾ, കുഴഞ്ഞ സാരികൾ, എല്ലാ ടൈപ്പ് ഓഫ് സാരികൾ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു ബന്ധം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, പബ്ലിക്കാണ്, പബ്ലിക് റിലേഷൻഷിപ്പ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ റെസ്പോൺസ് ഇപ്പൊ എങ്ങനെയാണ്? വീട്ടിലുള്ള ആൾക്കാര് ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും ഓക്കെ അല്ല, ചില ആൾക്കാർ ഇപ്പോഴും ഓക്കെ ആണ്. എന്റെ വീട്ടിലാണെങ്കിലും ഇവന്റെ വീട്ടിലാണെങ്കിലും പേരൻസ് അങ്ങനെ ഓക്കെ ഒന്നും അല്ല, രണ്ടുപേരുടെ ഓക്കെ അല്ല. അപ്പം എന്റെ വീട്ടിൽ പിന്നെയും കുഴപ്പമില്ല. അല്ല, അപ്പം അവരെന്തെങ്കിലും എതിരഭിപ്രായം പറയാറുണ്ടോ? ഇല്ല, ഒന്നും പറയാറില്ല. അവര് ഭയങ്കര സൈലന്റ് ആൾക്കാരാണ്, ഒന്നും പറയാറൊന്നുമില്ല, ഇടപെടാറില്ല. ഇല്ല. പക്ഷെ കൂടുതൽ നമ്മളെ ലൈഫിലേക്ക് കയറി വരുന്നത് നമ്മളെ നാട്ടുകാര് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണ്. പക്ഷെ നമ്മളൊന്നും പറയുന്നത്, കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ അഭിപ്രായം പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങ് ഒരുപാട് അങ്ങ് ആവുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരു ഹറാസ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇല്ല. ഇപ്പം ഭാവിയില് വീട്ടുകാരിപ്പം എതിർത്താൽ വേണ്ട, ഈ ബന്ധം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? അത് നമ്മുടെ ചോയ്സ് അല്ലേ. ഇപ്പൊ നമ്മൾ ആരെ കൂടെ ജീവിക്കണം അല്ലെങ്കിൽ ആരെ കൂടെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, അത് നമ്മളെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ. ഇപ്പൊ ഇനിയിപ്പോ ലൈഫ് ലോങ് നമ്മൾ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ. ഉള്ളവരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാ, അതാണ് മെയിൻ രണ്ടുപേരും അല്ലേ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും നല്ല അടി കൂടുന്ന രണ്ട് കപ്പിൾസ് ആണ് നിങ്ങൾ. അടി കൂടാറുണ്ട്. ഞങ്ങള് ചെറിയ കാര്യത്തിനായിരിക്കും അടി കൂടുക. ഇവൻ എനിക്കും നല്ല ദേഷ്യമുണ്ട്, ആഷിക്കും നല്ല ദേഷ്യമുണ്ട്. അപ്പോ ആഷി ദേഷ്യം വന്നാൽ അങ്ങനെ കൂടുതൽ മിണ്ടില്ല, ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുള്ളൂ. എനിക്കത് കാണുമ്പോൾ ദേഷ്യം കൂടും. അപ്പൊ ഞാൻ പോയിട്ട് പിച്ചും മാന്തൊക്കെ ചെയ്യും, കാരണം എനിക്ക് മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ആഷി മാക്സിമം അങ്ങ് സൈലന്റ് ആയി എന്റെ ഭാഗത്ത് നിന്ന് അങ്ങ് ഒഴിവായി പോകും. അപ്പൊ എനിക്കത് ഇഷ്ടമല്ല. ചെറുപ്പം തല്ലുകൂട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി, പിന്നെ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോയി നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എവിടെയാ? നീ വരുന്നില്ല? ഞാൻ വരുന്നില്ല. ഞാൻ ഇനി ഇപ്പൊ ഇവിടെ എത്തണം, നീ ഇപ്പൊ ഇവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെ വിളിച്ചു വരും. അപ്പൊ എനിക്ക് ദേഷ്യം കൂടും എന്നോട്. അങ്ങനെയൊക്കെ. പക്ഷെ ഒരു ദിവസമൊക്കെ പോവുള്ളൂ വഴക്കൊക്കെ. അത് കഴിഞ്ഞാൽ നോർമൽ ബാക്ക്. എന്റെ ഫ്രണ്ടിന്റെ ഇവിടെ പോകുള്ളൂ, സെല്ലു പറഞ്ഞില്ലേ, അവന്റെ അവിടെ പോകുള്ളൂ, വേറെ എനിക്ക് അറിയും ചെയ്യാം. പിന്നെ ബാക്ക് ടു നോർമൽ ആവും. ഞാൻ ബാക്ക് ടു നോർമൽ ആവും. ഇപ്പൊ ഭയങ്കര ഇതാണോ, അതായത് പൊസസീവ് ആണോ ജാസി? ആണെന്ന് ഇവിടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. ആണോ? പറ. ഓവറാണോ? ഈ പറയുന്ന ആളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ജാസി ഏതൊക്കെ കാര്യത്തിലാ പൊസസീവ്നെസ് കാണിക്കുന്നത്? ഏതൊക്കെ വേറൊരാള് നോക്കിയാല്, വേറെ ലേഡി നോക്കിയാൽ അങ്ങനെ അത് നോർമലല്ലേ? പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലല്ലേ? അങ്ങനെ നോക്കിയിട്ട് ചീത്ത പറഞ്ഞ ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടോ? ചീത്ത പറയില്ല. പിച്ചു ഇല്ല. ഓക്കെ, നമ്മളിപ്പോ ഒരു സീൻ ഇവര് പൊസസീവ്നെസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അത് നേരിട്ട് കാണാനുള്ള അവിടെയുള്ള പെൺകുട്ടിന്റെ കൂടെ നോക്കരുത്. അയ്യോ, അവിടെ പെൺകുട്ടിന്റെ കൂടെ നോക്കരുത്. കണ്ട സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതും ആഷിപ്പോ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നു. അപ്പൊ ജാസിയുടെ ആ പൊസസീവ്നെസ് ഉള്ള ഒരു റിയാക്ഷൻ. ജാസി ഓൾറെഡി ക്യാരക്ടർ ആയിട്ടാ റെഡിയാന്നൊക്കെ തല്ലണ്ടാ എവിടെയാണ് നോക്കുന്നത്? തീർന്ന് ഇവിടെ ഞാൻ ഹെയർ സ്റ്റൈൽ അതേപോലെ മുടി നീളും, മുടി വെട്ടിയതാണ് ഞാൻ, അറിയോ? ആരെയും കണ്ടങ്ങനെ നോക്കണല്ലേ?
നിന്റെ അത്ര ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ചോദിച്ചാ എനിക്ക് പറഞ്ഞത്. എനിക്കറിയാല കാര്യം എന്താണെന്നുള്ളത്. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയത്തില്ലല്ലോ. അയ്യോ ശരിക്കും ഇങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. കുറച്ചുകൂടി നാഗരികമാവല്ലേ. അല്ല ശരിക്കും ഞാൻ മിണ്ടൂല്ല, സൈലന്റ് ആയി നിൽക്കില്ല. ഞാൻ അങ്ങനെ നോക്കിയാൽ ഞാൻ സൈലന്റ്. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ആണെന്ന് നോക്കുന്നു പറയും, അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഞാൻ ഇങ്ങനെ ആശ തിരിച്ച് ഏത് കാര്യത്തിലാ പോസസീവ് ആവുന്നത്? സെയിം അപ്പൊ ജാസിനെ കുറ്റം കൊണ്ട് കാര്യമില്ല. സെയിം. പിന്നെ ഡ്രസ്സിങ്ങിലൊക്കെ ഭയങ്കര ഇത് വേണം. അങ്ങനെ ഓവർ ടൈറ്റുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ഡ്രസ്സ് അതൊന്നും ഇഷ്ടമല്ല. ഇവൻ ചില വീഡിയോസ് സാരി കൊടുത്ത് ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ എന്നോട് പറയും വയറ് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറെ പ്രശ്നമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ആ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കും എന്നെ കൊണ്ട്. വയറ് കാണുന്നുണ്ട് പറഞ്ഞിട്ട് സീനായി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, വയറ് കാണാൻ ആശി സീനാക്കുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് ഇങ്ങനെ എക്സ്ട്രാ എക്സ്പോസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഒരു എനിക്കൊന്നും ജാസിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് അങ്ങനെ നെഗറ്റീവ്സ് ഒന്നും ഒട്ടും വരാറില്ല. അപ്പൊ അതിന്റെ കാരണം ആശയാന്നൊക്കെ. ഞാൻ ഭയങ്കര നീറ്റായിട്ട് സാധിക്കും. ഇപ്പൊ ആശി ലേറ്റ് ആയിട്ടൊക്കെ വീട്ടിൽ വന്ന എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? എനിക്ക് ആശി ഡ്യൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്തണം. എനിക്ക് എപ്പോഴും അങ്ങനെ പെട്ടെന്ന് ഓൾറെഡി ഇടയ്ക്ക് പോവും. ഇടയ്ക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടൊക്കെ പുലർച്ചൊക്കെ വരും. പക്ഷെ പേഴ്സണലി ഇവൻ പെട്ടെന്ന് എത്തി കഴിഞ്ഞാൽ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, കുറെ നേരം നമ്മൾ സംസാരിക്കുക. പിന്നെ ടിക്ടോക്കിൽ ഇപ്പൊ നിങ്ങൾ ദുബായിലായതുകൊണ്ട് ടിക്ടോക്ക് ലൈവിലിരിക്കും. ഇവ വരുന്നതിന് മുമ്പ് ഞാൻ ലൈവിലിരിക്കും. കാരണം വോയിസ് അങ്ങനെ പ്രശ്നം അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഞാൻ ടിക്ടോക്ക് ലൈവിലിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആശി വന്നിട്ട് ലൈവിലിരിക്കും. പിന്നെ കുറച്ച് പണ്ടൊക്കെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. ഈ മൊബൈലിൽ വന്നതിന് ശേഷമാണ് അധികം പരസ്പരം. മൊബൈൽ ഉണ്ടായിരുന്നല്ലോ, അല്ല മൊബൈൽ ഉണ്ടെങ്കിൽ പോലും അന്ന് ഞങ്ങൾ അന്ന് ആശയം ഇത്ര സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. ടിക്ടോക്കിലൊക്കെ ഉണ്ടെങ്കിലും ഇൻസ്റ്റയിലൊക്കെ ഉണ്ടെങ്കിലും വളരെ ലേറ്റ് ആയിട്ടൊക്കെ ആക്റ്റീവ് ഉള്ളൂ. ഇപ്പൊ ഭയങ്കര ആക്റ്റീവാ. അപ്പൊ സ്റ്റോറി ഇടലും ഫ്രണ്ട്സിനെ വിളിക്കലും. ഇവർക്ക് കുറെ ഗ്യാങ് ഉണ്ട്, ടിക്ടോക്ക് ഗ്യാങ്സ് ഉണ്ട്. അവർ ലൈവിൽ കയറി 24 മണിക്കൂർ ലൈവിൽ കയറി. അപ്പൊ എനിക്ക് ദേഷ്യം വരിക. എന്നോട് ടൈം സ്പെൻഡ് സമയം കിട്ടുന്നില്ല. ഫുൾ ടൈം ഇവന്റെ കൂട്ടുകാരന്മാരെ ടിക്ടോക്ക് ലൈവ് ആയിരിക്കും. അപ്പൊ അവിടെ എല്ലാവരും കൂട്ടിയിട്ട് ഇരിക്കും. പിന്നെ കുറെ ടിക്ടോക്ക് ഫ്രണ്ട്സിന്റെ മോഡറേറ്റർ ആണ്. അപ്പൊ അവരെ ടിക്ടോക്ക് വാച്ച് ചെയ്യണം. അവർ ബാഡ് കമന്റ് വരുമ്പോൾ അത് മ്യൂട്ട് ചെയ്ത് കളയണം. എന്റെ മോഡറേറ്റർ ആണ് ടിക്ടോക്കിൽ. അപ്പൊ ഇപ്പൊ ടൈം ഇല്ല അധികം. അപ്പൊ കുറെ സംസാരം ഇതാക്കി. എനിക്ക് ഈ വീഡിയോസ് അല്ല ഈ ഇന്റർവ്യൂ കാണുന്ന എന്താ പറയാ ലവേഴ്സിനോട് പറയാനുള്ള ഒരു ഏറ്റവും വലിയ കാര്യം എന്താ അറിയാം, നമ്മൾ ബെഡ്റൂമിൽ ഒരിക്കലും ഫോൺ യൂസ് ചെയ്യരുത്. അതുവരെ നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്തത്. ബെഡ്റൂമിൽ കയറുമ്പോൾ രണ്ടുപേരും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി അവിടെ വെച്ചിരിക്കണം. പിന്നെ പരസ്പരം സംസാരിക്കണം. നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പകുതി ടെൻഷൻസും ആ പ്രശ്നങ്ങളൊക്കെ തീരും. പക്ഷെ ഇവനത് എത്ര പറഞ്ഞാൽ അത് കേൾക്കില്ല. ആദ്യം എന്നോട് പറയായിരുന്നു, ഞാൻ ആക്റ്റീവ് ആയിരുന്നു. കേൾക്കും. ഇപ്പൊ ഞാൻ ബിസി ആയപ്പോ എനിക്ക് ഫുള്ള് പ്രശ്നങ്ങളാ. അങ്ങനെയാണ്. ഇങ്ങനെ കറങ്ങുന്ന ചക്രം ഇവൻ തിരിച്ചു കറക്കാൻ തുടങ്ങിയപ്പോ പ്രതികാരം കിട്ടുക. ജാസിനോട് കള്ളം പറയാറുണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ പൊക്കാറുണ്ടോ? അങ്ങനെ ഒരു കഴിവുണ്ടോ? ഇവൻ എന്ത് കള്ളത്തരം പറഞ്ഞാലും ഞാൻ അത് പൊക്കും. അതെങ്ങനെ? അതെനിക്ക് അറിയില്ല. ഇവൻ എവിടെയും പോയി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവൻ പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു നീ എവിടുന്നാ വരുന്നേ? ഞാൻ പറഞ്ഞു ഞാൻ നേരെ ഷോപ്പിൽ നിന്ന്. നീ എവിടെ പോയി ചായ കുടിച്ചില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. എന്ത് പറ്റി? നീ ചായ കുടിച്ച്. അപ്പൊ സത്യം പറയാ ചായ കുടിച്ചാൽ എങ്ങനെ അറിയാൻ പറഞ്ഞു. നീ എന്ത് കള്ളത്തിലാണ് ഞാൻ പൊക്കും. ഇവ എന്ത് കള്ളത്തിനെ കാണിച്ചാലും അത് ഞാൻ പൊക്കും. അതെനിക്ക് ദൈവം കാണിച്ചത്. അത് വലിയൊരു സത്യമാണ്. അത് ഭയങ്കര കഴിവാ. ഞാനായിട്ട് പിന്നെ ഉണ്ടാവും കള്ളത്തരം കാണിച്ചാല് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോ ഇട്ട് നോക്കുന്നതായിരിക്കും നോക്കുന്നതാണ് പകുതി നോക്കാല്. പക്ഷെ അത് സമ്മതിക്കും. തിരിച്ച് ജാസിയുടെ കള്ളത്തരം എന്തെങ്കിലും പൊക്കിയിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് കള്ളത്തരങ്ങളൊന്നും എന്താ ജാസ് ചെയ്തൊരു ഞാൻ അതിന് കള്ളത്തരം പറയാന്നുണ്ടെങ്കിൽ ഇപ്പം എവിടെയെങ്കിലും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അല്ലാണ്ട് വേറെ കള്ളത്തരങ്ങളൊന്നും ഇല്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ അടി കൂടുന്ന ആ ഒരു സാധനം ഈ പറഞ്ഞ പോലെ പൊസസീവ്നെസിന്റെ പേരിലാണോ? സിഗരറ്റ് നന്നായിട്ട് വലിക്കും. അപ്പൊ എനിക്കത് ഇഷ്ടമല്ല. കുറച്ച് വലിച്ചാല് കുഴപ്പമില്ല. നന്നായിട്ട് സ്മോക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയും. പിന്നെ എനിക്കതിന് സ്മെല്ല് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഇഷ്ടമുള്ള ഒരു ഇറിറ്റേഷനാണ്. അപ്പൊ അതിനെ കൂടുതലാണ് ഏറ്റവും ഇപ്പൊ കുറച്ചായിട്ട് അതിന്റെ വൈക്കാണ് ഏറ്റവും കൂടുതൽ.
ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിക്കരുത് അതിനൊരു വൃത്തിയായിട്ട് സ്മെല്ലാ നമുക്ക് അടുത്ത് വെക്കാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും പറയും. ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ടുള്ള വഴക്കുകളൊക്കെ സിഗരറ്റിന്റെ പേരിലാണ്. കൊടൈക്കനാലിൽ പോയിട്ട് ആ തണുപ്പ് ആ തണുപ്പത്ത് സിഗരറ്റ് വലിച്ച് വഴക്കുണ്ടാക്കിയ പക്ഷെ ഒരു പാക്കറ്റ് വലിക്കണ്ടല്ലോ. ഒരു പാക്കറ്റ് ഒക്കെ വലിക്കുമല്ലേ? ഒരു ദിവസം ഒരു പാക്കറ്റിനെ എക്സ്ട്രാ വലിക്കും. പറയും, സത്യം പറയും, എല്ലാവരും കേട്ടെ. ഒരവസരം കിട്ടിയപ്പോ അങ്ങ് പറയാന്നൊക്കെ. ഓക്കെ. ഈ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര നിങ്ങൾ റീൽസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ജാസിയും കുറച്ചുകൂടി കൂടുതൽ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ രണ്ടുപേർക്കും കോഴി മെസ്സേജസും പ്രപ്പോസലൊക്കെ ഇപ്പോഴും വരുന്നുണ്ടാവും റിലേഷനിലാണെന്ന് അറിഞ്ഞിട്ടൊക്കെ. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ? ജാസിക്ക് തന്നെ കോഴി മെസ്സേജ് ഇന്നിപ്പോ ഉണ്ടായ സംഭവം പറയാട്ടോ. ഇന്നിപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ആഷിക്ക് ഒരു മെസ്സേജ് കാണിച്ചു കൊടുത്തു സോഷ്യൽ മീഡിയയിൽ വന്ന്. എന്തായിരുന്നു പറഞ്ഞു കാശി? നേരെ തിരിച്ചു തരുന്നത് എനിക്ക് വന്ന മെസ്സേജ് പറഞ്ഞു കൊടുക്കുക. ഇവനിക്ക് മെസ്സേജ് ഇവന്റെ ഏതൊരു ഫ്രണ്ടിന് ഇവനെ കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ ഫ്രണ്ടിന് ജാസിനെ ഭയങ്കര ഇഷ്ടമാണ്. ജാസി ഓക്കെ ആണെങ്കിൽ അവൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. ഈവൻ അതേ സെയിം മെസ്സേജ് ഞങ്ങൾ തന്നെ റിലേഷൻ ആണെന്നും ഞങ്ങൾ തമ്മിൽ എന്താണെന്നുള്ളതൊക്കെ അറിയുന്ന ആൾക്കാർ ഇവനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എനിക്കും കുറേ കോയി മെസ്സേജ് പെൺകുട്ടികൾ. എനിക്ക് തോന്നുന്നു എനിക്ക് ബോയ്സ് ഇപ്പൊ കുറെ മര്യാദക്കാരാണെന്ന് തോന്നുന്നു. കാരണം എനിക്കധികം അങ്ങനെ വലിയ മെസ്സേജ് ഒന്നും വരില്ല. പക്ഷെ ആഷിക്കാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് വരാറ്. ഇഷ്ടം പോലെ വിത്ത് ഫോട്ടോ സഹിതം. ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തത് ഇതാണ് എന്റെ ഫോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ജാസിനെ ഒഴിവാക്കിക്കൂടെ, എന്നിട്ട് ഞാനൊരു ജീവിതം തരാം. അപ്പൊ ഇവ ഇതേ സെയിം ഡയലോഗ് അടിക്കും. ഈ സെയിം ഡയലോഗ് അടിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഇവൻ എനിക്കും വരാറുണ്ട്. എനിക്ക് വന്ന മെസ്സേജ് അങ്ങനെ ഒരാളെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവനത് അപ്പൊ പിടിച്ച് ബ്ലോക്ക് ചെയ്യും. ഞാനും തിരിച്ച് അതേപോലെ ബ്ലോക്ക് ചെയ്യും. അത്ര തന്നെ. ഇന്ന് എന്റെ ടിക്ടോക്കിലെ കംപ്ലീറ്റ് മെസ്സേജ് ഞാൻ വായിക്കുന്നതിന് മുമ്പ് കുറെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് വരുമ്പോൾ ലൊക്കേഷൻ ഷെയർ ചെയ്യണല്ലോ. അപ്പൊ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഫോണോട് വെച്ചത് ഫോൺ എടുത്ത പാട് എന്റെ ആ ഫുൾ മെസ്സേജ് ഞാൻ വായിച്ചിട്ടില്ല മെസ്സേജുകൾ. ആ മെസ്സേജ് ഫുള്ള് ഒറ്റടിക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഞാൻ പറയാം എന്താ അശ്വിനി ഡിലീറ്റ് ചെയ്ത ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തത്. എനിക്ക് നോക്കിയപ്പോൾ അതിൽ മെസ്സേജ് ഒന്നും കാണില്ല. എനിക്ക് മനസ്സിലായത് ഡിലീറ്റ് ചെയ്തത്. കാരണം അടുത്ത മെസ്സേജ് ഞാൻ വായിക്കുന്നുള്ള പേടിയുണ്ട് ഫുൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്റെ വാട്സ്ആപ്പ് ബ്ലോക്ക് 300 ആണ്. വാട്സ്ആപ്പ് ബ്ലോക്ക് ഞാൻ ബ്ലോക്ക് ആക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ ആരെങ്കിലും ആശി വാട്സാപ്പിൽ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തില്ല അറിയത്തില്ലേ? അല്ല ഞാനും എന്റെ കയ്യിലും നല്ല ബ്ലോക്ക് ഉണ്ട്. കാരണം ഞങ്ങളുടെ ഷോപ്പിന്റെ ഈ നമ്പറൊക്കെ ഇവന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പെർഫ്യൂമിന്റെ ഒക്കെ ബിസിനസ് നമ്പർ കൊടുത്തിന് ഇവന്റെ. അപ്പൊ ഇവന്റെ നമ്പറിലൊക്കെ എന്റെ കോയി മെസ്സേജും വരും, ഇവന്റെ കോയി മെസ്സേജും വരും. അപ്പൊ ഇവനും ബ്ലോക്ക് ചെയ്യും, ഞാനും ബ്ലോക്ക് ചെയ്യും. അങ്ങനെയുള്ള മെസ്സേജ്. ഈ ഇപ്പൊ ഗേൾസ് ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അയച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയില്ലേ? അപ്പോഴും ഇതേപോലത്തെ എന്നെ നാഗവള്ളി ആക്കിയത്. ഇൻസ്റ്റയില് ബ്ലോക്ക് എത്ര 3K എന്ത് ബ്ലോക്കാ? 3K ബ്ലോക്ക് അതപ്പോ കാണിച്ചു തരും. അല്ല ഫോൺ എടുത്തില്ല അതൊക്കെ സൈറ്റ് പറയുന്നത്. എടാ നിർത്തണം നിന്റെ അങ്ങനൊന്നുമില്ല. 1K ഒക്കെ ഉണ്ടായിരിക്കും. അല്ല അതുപോലെ എന്റേതും ഉണ്ടാവും ബ്ലോക്ക് കേട്ടോ. എത്ര ബ്ലോക്ക് ഉണ്ടാവും? എന്റെയും കുറെ ബ്ലോക്ക് ഉണ്ടാവും. 700 സംതിങ് അത്ര ഒന്നുമല്ല. എന്റെ കുറെ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാ എന്താ കഥ.